കാസർഗോഡ് ജില്ലയിൽ എയിംസ് സ്ഥാപിക്കുന്നതിനായി പെരിയയിലെ ഭൂമി ഏറ്റവും അനുയോജ്യമെന്ന് വ്യക്തമാക്കി ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട്. പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരളയുടെ കീഴിലുള്ള 274 ഏക്കറോളം വരുന്ന ഭൂമിയാണ് എയിംസിനായി നിർദ്ദേശിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നതാണ് ഈ പ്രദേശമെന്ന് ചൂണ്ടിക്കാട്ടി കളക്ടർ അർജുൻ പാണ്ഡ്യൻ സംസ്ഥാന സർക്കാരിന് സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. ന്യൂ ജനറേഷനുകൾക്കിനി ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം. ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ, AI ഇന്റഗ്രേറ്റഡ് ടൂളുകൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ, കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ. ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ, ഉപ്പള, കാസർഗോഡ്, നീലേശ്വരം, കാഞ്ഞങ്ങാട്. കാസർഗോഡ് എയിംസ് എന്ന ജനങ്ങളുടെ ദീർഘനാളത്തെ സ്വപ്നത്തിന് വീണ്ടും ചിറകുമുളയ്ക്കുന്നു. പെരിയയിലെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരളയുടെ 274.69 ഏക്കർ ഭൂമി എയിംസ് സ്ഥാപിക്കാൻ ഏറ്റവും അനുയോജ്യമാണെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ആരോഗ്യവകുപ്പ് സെക്രട്ടറിക്ക് ഇതു സംബന്ധിച്ച വിശദമായ പ്രപ്പോസൽ കൈമാറി. രാജ്മോഹൻ ഉണ്ണിത്താൻ MPയുടെ അപേക്ഷയെ തുടർന്ന് 10 ദിവസത്തിനകമാണ് റീസർവേ സ്കെച്ചും ഡ്രോൺ ദൃശ്യങ്ങളും ഉൾപ്പെടുത്തിയുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയത്. എയിംസ് പോലൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിക്കും മെഡിക്കൽ കോളേജിനും ആവശ്യമായ കേന്ദ്ര സർക്കാരിന്റെ എല്ലാ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിക്കുന്നതാണ് ഈ ഭൂമി. 200 ഏക്കറിലധികം സ്ഥലം, ദേശീയപാത 66 ചേർന്നുള്ള മികച്ച റോഡ് കണക്ടിവിറ്റി, കാഞ്ഞങ്ങാട് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനുകൾ, കണ്ണൂർ മംഗളൂരു വിമാനത്താവളങ്ങൾ എന്നിവയുടെ സാമീപ്യം വലിയ നേട്ടമാണ്. മൂന്നാം കടവിൽ നിന്നുള്ള ജലലഭ്യതയും മൈലാട്ടി പവർ സ്റ്റേഷൻ വഴിയുള്ള തടസ്സമില്ലാത്ത വൈദ്യുതിയും ഇവിടെ ഉറപ്പാക്കാം. എയിംസ് കാസർഗോട്ടെത്തുന്നതോടെ ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സയും മികച്ച പുനരധിവാസവും ഉറപ്പാക്കാനാകും. ഇതിനു പുറമെ തൊട്ടടുത്തുള്ള കേരള കേന്ദ്ര സർവകലാശാല, ICAR, HAL എന്നിവയുടെ സാന്നിധ്യം മികച്ച അക്കാദമിക് ഗവേഷണ അന്തരീക്ഷം സൃഷ്ടിക്കും. സർവകലാശാലയിലെ ഹെലിപാഡ് എയർ ആംബുലൻസിനായും പ്രയോജനപ്പെടുത്താം. കേന്ദ്ര സർവകലാശാലയ്ക്കായി PCK ഭൂമി വിട്ടുനൽകിയ മാതൃകയിൽ റവന്യൂ വകുപ്പ് വഴി എയിംസിനും ഭൂമി ലഭ്യമാക്കാനാകും. ഇവിടെയുള്ള തൊഴിലാളികളെ എയിംസിന്റെ അനുബന്ധ മേഖലകളിൽ പുനരധിവസിപ്പിക്കുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. വടക്കൻ കേരളത്തിലെയും കർണാടക അതിർത്തി പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് ആശ്രയിക്കാവുന്ന ഒരു സുപ്രധാന ആരോഗ്യ കവാടമായി പെരിയ മാറുമെന്നാണ് പ്രതീക്ഷ. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന് പുറമെ ജില്ലാ സാമൂഹിക നീതി ഓഫീസർ ആര്യ P. രാജ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ M. മധുസൂദനൻ, ഹൊസ്ദുർഗ് തഹസിൽദാർ K. രമേശൻ, പെരിയ വില്ലേജ് ഓഫീസർ മധു, ഡെപ്യൂട്ടി തഹസിൽദാർ അനിൽ ഫിലിപ്പ്, PCK യൂണിറ്റ് മാനേജർ സജീവ്, മറ്റ് സർവേ ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രദേശത്ത് നേരിട്ടെത്തി സാധ്യതകൾ വിലയിരുത്തിയത്. ന്യൂസ് 40 ലൈവ്, കാസർഗോഡ്.